ഇപ്പോൾ ഈ സിനിമയിലെ പ്രോട്ടോഗോണിസ്റ്റ് ആസിഫിക്ക് എന്ന് പറയുന്നതിനൊപ്പം തന്നെ എൻ്റെ പ്രോട്ടോഗോണിസ്റ്റ് ശരിക്കും പറഞ്ഞാൽ വിജയരാഘവൻ ചേട്ടൻ ചെയ്ത ക്യാരക്ടറാണ്. അപ്പോൾ പിള്ള എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറിന് ഒരു മിസ്റ്ററി ഉണ്ട്, അതിനൊരു റീസൺ ഉണ്ട്. അത് സിനിമ വ്യക്തമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ റിവീൽ ചെയ്യുന്നുണ്ട്. ഈ ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്തത് എങ്ങനെ, അല്ലെങ്കിൽ ഈ ക്യാരക്ടറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു ഒരു ആലോചന അപ്പോൾ പിള്ളയെക്കുറിച്ച്? ക്യാരക്ടറായിരുന്നു കഥയുടെ തുടക്കം. കഥയൊന്നും ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല. അജയൻ, അപർണ, ഈ വീട്, ഇതൊന്നും മനസ്സിലുണ്ടായിരുന്നില്ല. ചുമ്മാ വെറുതെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് തൊട്ടായിരുന്നു ഈ അപ്പുപിള്ളയുടെ, സ്പോയിലർ ആവാതെ പറയാണ്, അപ്പുപിള്ളയുടെ ഒരു പ്രകൃതം, ഈ സിനിമയിൽ ചർച്ച ചെയ്യുന്ന ഒരു പ്രകൃതം. ആ പ്രകൃതം കാരണം പുള്ളിയുടെ ആക്ഷൻസിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോയെന്നും അതറിയാൻ വേണ്ടിയിട്ടുള്ള അയാളുടെ യാത്ര എന്നുള്ള രീതിയിലുള്ളൊരു തോട്ട് വെറുതെ വന്നു. അപ്പോൾ പിന്നെ കൂടുതൽ ആലോചിച്ചിട്ടില്ല. ചിലപ്പോൾ കൂടുതൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ പോലെ ആലോചനകൾ മാത്രമായി പോകും, നമ്മൾ പണിയെടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ എഴുതി തുടങ്ങുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സീൻ എഴുതുന്നു, 2 സീൻ എഴുതുന്നു. അപ്പോൾ ആ 2 സീനിൽ നമ്മൾ എന്തെങ്കിലും വായിത്തൊന്ന് എഴുതുന്ന പരിപാടിയാണ് കേട്ടോ, ഒന്നും പ്ലാൻഡ് അല്ല. ഇപ്പോൾ അവിടെ പറഞ്ഞുകൊണ്ട് പോകുന്ന, ഇപ്പോൾ ആദ്യത്തെ സീനിൽ തന്നെയാണ് ആ പോലീസ് സ്റ്റേഷനിൽ ഒരു പർട്ടിക്കുലർ പ്രോപ്പർട്ടിയുടെ കാര്യം ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ആ പർട്ടിക്കുലർ പ്രോപ്പർട്ടിക്ക് ഈ കഥയിൽ ഫർദർ റെലവൻസ് ഉണ്ടാകുമോ, ഈവൺ എൻഡിലേക്ക് പോലുള്ള റെലവൻസ് ഉണ്ടാവുമോ എന്നുള്ളതൊന്നും അപ്പോൾ പ്ലാൻഡ് അല്ല. ചുമ്മാ നമ്മളവിടെ ഓപ്പൺ കാർഡ് എടുത്ത് ഇടുകയാണ്. ഭാവിയിൽ അതിന് എവിടെയെങ്കിലും ഒരു പ്ലോട്ടുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുമെന്ന് പോകുന്ന വഴിക്ക് നോക്കാം. ഇനി വന്നില്ലെങ്കിൽ ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റല്ലോ വേണ്ടോ, ആ സീൻ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞപ്പോൾ എന്ന് പറഞ്ഞൊരു ഫ്രീ സ്റ്റൈൽ ആയിരുന്നു. അപ്പോൾ ആ 2 സീൻ എഴുതി കഴിയുമ്പോൾ എന്നിട്ട് ആ 2 സീൻ വായിച്ച് നോക്കും. അപ്പോൾ അതിൽ ഡിസ്ക്രിപ്ഷനായിട്ടോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഡയലോഗായിട്ടോ എന്തെങ്കിലും പറഞ്ഞിരുന്ന എന്തെങ്കിലും ഒരു മെറ്റീരിയൽ കിട്ടും. അപ്പോൾ അത് ഇതിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ, എന്നാൽ അത് വെച്ചിട്ട് 3ാമത്തെ സീൻ ഇങ്ങനെ ആക്കി നോക്കാം അങ്ങനെയുള്ള പോക്കായിരുന്നു. ഒന്നും പറയാൻ ഇപ്പോൾ ഏറ്റവും ട്രിവിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലത്തെ കുരങ്ങ്, ഇപ്പോൾ സിനിമയുടെ തന്നെ ഒരു എന്താ മെറ്റഫർ പോലെയുള്ളൊരു സാധനമാണ് കുരങ്ങ്. ഈ കുരങ്ങ് പോലും ആക്സിഡൻ്റലാണ്. കുരങ്ങ് ഇനീഷ്യൽ പ്ലാനിൽ ഇല്ല. കുരങ്ങ് ആദ്യത്തെ 4 സീൻ 5 സീൻ 6 സീൻ 6ാമത്തെ സീനിലാണ് കല്യാണം കഴിഞ്ഞ് ഇവർ വീട്ടിലേക്ക് എത്തിയിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് അപർണ ഏർലി മോർണിംഗിൽ ചുമ്മാ പറമ്പ് കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങുന്നു, കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് എന്ന് പറയുന്ന ഒരു സീൻ എഴുതുന്നത്. അപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഡിസ്ക്രിപ്ഷൻ ലെഫ്റ്റ് സൈഡിൽ എഴുതുമല്ലോ, ആ പറമ്പിൻ്റെ സവിശേഷതകൾ എന്നുള്ള രീതിയിൽ എഴുതുമല്ലോ. അപ്പോൾ അങ്ങനെ എഴുതുമ്പോൾ വെറുതെ അപ്പം വായിത്തോന്ന വാക്കുകളൊക്കെ എഴുതുകയാണ്. ഇന്ന ടൈപ്പ് ഓഫ് മരങ്ങളുണ്ട്, കാടിന് സമാനമായ അന്തരീക്ഷമാണ്, തണുപ്പുണ്ട്, ഇതാണെന്നൊക്കെ പറഞ്ഞ് വെറുതെ വാരി വലിച്ച് എഴുതുക കേട്ടോ. കാരണം ഇത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ട്രിം ചെയ്യാം എന്നുള്ള രീതിയിൽ. അങ്ങനെ എഴുതി വന്നപ്പോൾ വലിയ മരങ്ങളുണ്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് എഴുതിപ്പോയല്ലോ. അപ്പോൾ അങ്ങനെ എഴുതി വന്നപ്പോൾ അപർണ ഈ പറഞ്ഞൊരു ഫോൺ എടുത്ത് സെൽഫി എടുക്കാൻ നോക്കിയപ്പോൾ പുറകിൽ എന്തോ ഒരു ഒബ്ജക്റ്റ് കണ്ട് ക്യൂരിയസ് ആയി അവൾ തിരിഞ്ഞു നോക്കി. അത്ര എഴുതിയിട്ടുള്ളൂ. എന്ത് ഒബ്ജക്റ്റ് കണ്ടിട്ടാണ് തിരിഞ്ഞു നോക്കിയെന്നുള്ളത് അപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവൾക്ക് ഈ ക്യൂരിയോസിറ്റി തോന്നാൻ എന്തായിരിക്കും ഇപ്പോൾ തിരിഞ്ഞു നോക്കിയാലാണ് ഇപ്പോൾ ഇത്രയും ക്യൂരിയോസിറ്റി അവർക്കും തോന്നണം, ഇത് പ്രേക്ഷകർക്ക് കാണുമ്പോൾ അവർക്കും തോന്നണം. അപ്പോൾ എന്ത് കൊടുക്കുക? അപ്പോൾ ഈ ടോട്ടൽ ആംബിയൻസിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ ഇത്രയും മരങ്ങളും പ്രകൃതിയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഒരു തേനീച്ചക്കൂട് ഉണ്ട് എന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതിന് കോൺട്രാസ്റ്റ് ഇല്ല, അറ്റൻഷൻ ഇല്ല, ക്യൂരിയോസിറ്റി ഇല്ല. അപ്പോൾ ആ ആംബിയൻസിന് ഒട്ടും ചേരാത്ത എന്താണ് മീൻകറിയിൽ ലഡു വീണ ഒരു അവസ്ഥയിലുള്ള ഒരു എലമെൻ്റ് എന്തെങ്കിലും വേണമെന്നുള്ള രീതിയിൽ നോക്കിയപ്പോഴാണ് പിന്നെ ഒരു റേഡിയോ, ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ, അത് എന്താണ് പരിപാടി ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിൽ ട്രാൻസിസ്റ്റർ റേഡിയോ എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പോൾ ആ റേഡിയോ പിന്നെ കുറച്ച് സ്പീഡായി ആലോചന. അപ്പോൾ ട്രാൻസിസ്റ്റർ റേഡിയോ ഈ മരത്തിൻ്റെ ഇത്രയും ഉയരത്തിൽ വരണമെങ്കിൽ അതിന് എന്താ സ്കോപ്പ്? ഒരേ ഒരു സ്കോപ്പുള്ളൂ, വല്ല കുരങ്ങൻ മറ്റം കൊണ്ടുവച്ചതാണെങ്കിലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഓക്കെ എന്നാൽ അവൻ അങ്ങനെ എഴുതി. അപ്പോൾ അങ്ങനെ ആണ് ആ കുരങ്ങ് പോലും അതിലേക്ക് വരുന്നത്. എന്നിട്ട് പിന്നെ എഴുതി പോകുമ്പോഴാണ് പിന്നെ ആസിക്ക് ആ സീനിലേക്ക് വരുന്നു. അപ്പോൾ ഇതിലിങ്ങനെ എഴുതിപ്പോയല്ലോ, ഇങ്ങനെ എഴുതിപ്പോയുടെ സ്ഥലത്ത് അപർണയ്ക്ക് സ്വാഭാവികമായിട്ടും പ്രേക്ഷകർക്കും തോന്നുമായിരിക്കാം ഇങ്ങനൊരു ഡൗട്ട് ചോദിക്കുന്നത്, റേഡിയോയുടെ കേസിൽ ഇങ്ങനെ സംഭവിച്ചല്ലോ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മറ്റേ പ്രോപ്പർട്ടിയുടെ കാര്യത്തിലും ഇങ്ങനൊരു സാധ്യതയെക്കുറിച്ച് ആലോചിച്ച് നോക്കിക്കൂടാ എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു സാധനം എഴുതി. അപ്പോൾ അജയൻ്റെ ഒരു റെസ്പോൺസ് ഇനി വരണമല്ലോ. അപ്പോൾ എനിക്ക് തോന്നി അപ്പോൾ ഇവർ മരത്തിൽ കണ്ടത് അപ്പുപിള്ള ഇനി മുന്നേ മനത്ത് കണ്ടിരിക്കണം എന്നുള്ള രീതിയിലുള്ളൊരു സംഗതി കൊടുക്കാമെന്ന് തോന്നി. അപ്പോൾ എന്ത് ചെയ്തു, ഇതിൻ്റെ തൊട്ട് പ്രീവിയസ് സീനിൽ തലേ ദിവസത്തെ സീനിലേക്ക് തിരിച്ചു പോയി, എഴുതി കഴിഞ്ഞ സീനാണ് പക്ഷെ അവിടത്തേക്ക് തിരിച്ചു പോയിട്ട് അപ്പുപിള്ള ഇവരുടെ സംസാരമൊക്കെ അജയനും അപർണയും തമ്മിലുള്ള ടോക്ക് തീരുന്ന സമയത്തേക്ക് അപ്പുപിള്ള ആ സീനിലേക്ക് വന്നിട്ട് മണിയനെയും പിള്ളയും, മണിയനോട് 2 ആളെയും കൂട്ടി നാളെ വരാൻ പറയണം, പിന്നെ 74 വയസ്സിൽ ഞാൻ മരത്തിൻ്റെ മുകളിൽ വലിഞ്ഞു കയറും എന്ന് പറഞ്ഞ ഡയലോഗ് രണ്ടാമത് കൂട്ടിച്ചേർത്തു അവിടെ. എന്നിട്ട് തിരിച്ച് ഈ സീനിലേക്ക് വീണ്ടും തിരിച്ചു വന്നിട്ട് അപ്പോൾ ഇന്നലെ രാത്രി അച്ഛനിട്ട് ഓർഡർ ഞാൻ കേട്ടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ടു ആൻഡ് ഫ്രോ ആയിട്ട് ചിലപ്പോൾ ഇവിടുന്ന് ഒരു ഐഡിയ കിട്ടുമ്പോൾ എന്നാൽ ഇതിനുള്ളൊരു ലീഡ് 2 സീൻ മുന്നേ അവിടെ ഒന്ന് വെറുതെ ഇട്ട് വെച്ചേക്കാം